അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിലെ ഏറെ പുണ്യകരമായ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് 1-2 ദിവസങ്ങളാവുന്നു. ഇതിൻ്റെ പുണ്യം നമ്മുടെ കിതാബിൽ നാളെ വിചാരണവേളയിൽ നിവർത്തപ്പെടുന്ന നമ്മളെ കാണിക്കുന്ന കിതാബിൽ കൂടുതലായി സമ്പാദിക്കുവാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അതിനു വേണ്ടിയുള്ള ശ്രമമുണ്ടാകണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. നോമ്പ് അള്ളാഹു നിർബന്ധമാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് റമദാൻ എന്ന ഈ മാസത്തെയാണ്. അതിന് കാരണമായി അള്ളാഹു പറഞ്ഞത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ഈ മാസത്തിലാണ് എന്നതുകൊണ്ടാണ് ഈ മാസത്തെ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കാൻ വേണ്ടി, നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നോമ്പിനെയും ഖുർആനിനെയും അള്ളാഹു വളരെ ശക്തമായി ബന്ധിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. നോക്കൂ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നമ്മുടെ അടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യാവസാനം, അതിൻ്റെ ശ്രേഷ്ഠതകൾ പറയുന്ന അനേകം ആയത്തുകളുണ്ട്. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് നമ്മൾ ബഖറയിലേക്ക് പ്രവേശിക്കുമ്പോൾ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹ് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ഖുർആൻ ആരംഭിക്കുന്നത് ഖുർആനിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടാണ്. അവിടെയെന്നല്ല, അങ്ങനെ വായിച്ച് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴൊക്കെയും ഖുർആനിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ വാക്യങ്ങൾ, നടത്തിയിട്ടുള്ള അഭിപ്രായങ്ങൾ, അത് പ്രതാപശാലിയായ യുക്തിമാനായ അള്ളാഹുവിൻ്റേതാണ്, മഹാജ്ഞാനിയായ പടച്ചവൻ ഇറക്കിയതാണ്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, തൻസീലും മിനല്ലാഹിൽ അസീസിൽ അലീം. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണെന്നടിക്കടി അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതങ്ങനെ പറയാൻ കാരണം നമ്മൾ അത്രമേൽ ഗൗരവത്തിൽ ഈ വചനങ്ങളെ ശ്രദ്ധിക്കണം, പഠിക്കണമെന്ന് നമ്മളെ ഉത്ബോധിപ്പിക്കാനാണ്. എന്നിരിക്കെ നമ്മൾ വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലി, അത് ഒരിക്കലും കാഴ്ചവെക്കാവതല്ല. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെ ചില ആളുകളെ ചൂണ്ടിയിട്ട് പടച്ചവനോട് ഇങ്ങനെ പറയുമെന്നാണ്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അള്ളാഹുവേ, ഈ നിൽക്കുന്നവരൊക്കെയും, ഈ നിൽക്കുന്ന എൻ്റെ ജനതയൊക്കെയും ഈ ഖുർആനിനെ അവഗണിച്ച് തള്ളിയവരാണ് എന്ന് ചില ആളുകളുടെ നേരെ, അല്ല മഹാഭൂരിപക്ഷം ആളുകളുടെ നേരെയും വിരൽ ചൂണ്ടി പ്രവാചകൻ സംസാരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനുണ്ടാവില്ല എന്ന് ഓരോ മുസ്ലിമും, ഓരോ സത്യവിശ്വാസിയും ഉറപ്പിക്കേണ്ടതുണ്ട്. ഈ റമദാൻ നമ്മൾ ഖുർആനിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അനേകം ആളുകൾ. അല്ല, അതൊന്നും ശ്രദ്ധിക്കാതെ, ഒന്ന് പാരായണം ചെയ്യാൻ പോലും സമയം മെനക്കെടുത്താതെ ജീവിക്കുന്ന ഒട്ടേറെ ആളുകളെ നമുക്കൊക്കെ അറിയാം, നമ്മുടെ ചുറ്റുപാടിലും ഉണ്ടായിരിക്കുകയും ചെയ്യും. അത്തരം ആളുകൾക്കൊക്കെ ഖുർആൻ പഠിക്കാനുള്ള ഏറ്റവും പറ്റിയ സന്ദർഭമാണ് റമദാനിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നിടത്ത്, ദാ നിങ്ങൾക്ക് ശ്രേഷ്ഠമായ ഒരു മാസം തണലിട്ടിരിക്കുന്നു. ഈ മാസത്തിൽ ഇതിൻ്റെ ഒന്നാമത്തെ രാവിൽ തന്നെ അള്ളാഹു ചെയ്യുന്നത് സുഫിദത്തി ഷയാത്തീനു വ മറദത്തുൽ ജിന്നി, അള്ളാഹു പിശാചുക്കളെ ബന്ധിച്ച് നിർത്തുമെന്നാണ്. എന്നിട്ട് സ്വർഗത്തിൻ്റെ മുഴുവൻ കവാടങ്ങളും, അതിലൊന്നുപോലും പെട്ടതായിട്ടുണ്ടായിരിക്കുകയില്ല, മുഴുവൻ കവാടങ്ങളും തുറന്നിടും. നരകത്തിൻ്റെ മുഴുവൻ കവാടങ്ങളും അടച്ചിടും. എന്ന് പറഞ്ഞാൽ വെറുതെ നോമ്പ് നിർബന്ധമാക്കുക മാത്രമല്ല അള്ളാഹു ചെയ്തത്, നന്മയിലേക്ക് കടന്നു വരാനുള്ള മുഴുവൻ സാഹചര്യങ്ങളും പടച്ചവൻ ഒരുക്കി വെച്ചുകൊണ്ടാണ് ഈ ഹദീസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാ സംവിധാനങ്ങളും, എല്ലാ സാഹചര്യങ്ങളും വിശ്വാസികൾക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത്, നിങ്ങൾ റമദാനിലേക്ക് കടക്കുകയാണ്, നോമ്പനുഷ്ഠിക്കണം, വിശുദ്ധ ഖുർആനിനെ പഠിക്കണം. മറ്റ് മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മാസത്തിൽ നമ്മൾ ഖുർആനിലെ ഒരു ഹർഫെങ്കിലും ഓതിയാൽ, ഒരു വാക്കെങ്കിലും നമ്മൾ ഉച്ചരിച്ചാൽ, ഒരായത്തെങ്കിലും നമ്മൾ പാരായണം ചെയ്താൽ, പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം മറ്റ് മാസങ്ങളിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ സമയങ്ങൾ നമ്മൾ പരമാവധി വിശുദ്ധ ഖുർആനിനെ പഠിക്കാനും അത് കേൾക്കാൻ ഒട്ടേറെ അവസരങ്ങളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പല ഗ്രൂപ്പുകളിലും പലതരത്തിലുള്ള
ഖുർആൻ പാരായണവും അതിൻ്റെ പഠനവും അതിൻ്റെ സന്ദേശങ്ങൾ പറയലും, അങ്ങനെ നമുക്ക് സഹായകരമായ ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട്. വീട്ടിലാകട്ടെ, പള്ളിയിൽ വന്നാലാകട്ടെ ഖുർആൻ്റെ പ്രതികൾ അനേകമുണ്ട്. ഇതൊക്കെ അവഗണിക്കപ്പെട്ട് കിടക്കുന്നൊരു സാഹചര്യം ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാവുകയില്ല എന്ന് വിശ്വാസി സമൂഹം ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കേണ്ടതുണ്ട്. അതുവഴി അള്ളാഹുവിൻ്റെ പ്രീതി പിടിച്ചു പറ്റേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ വലിയ സമ്മാനമായ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗവും വിശുദ്ധ ഖുർആനിനെ പഠിക്കലാണ്. വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ളൻക. അള്ളാഹു പറഞ്ഞതാണ് ഒരിടത്ത് ഖുർആനിലെ ഒരായത്ത് ഇങ്ങനെയാണ്: വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ളൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. എൻ്റെ ദിക്റിനെ അവഗണിച്ച ആളുകൾക്ക് ഈ ദുനിയാവിൽ തന്നെ ഇടുങ്ങിയ കുടുസായ പ്രയാസപ്പെട്ട ജീവിതമാണ് ഞാൻ നൽകുക. നാളെ പരലോകത്ത് അവനെ മഹ്ശറിൽ സമ്മേളിപ്പിക്കുമ്പോൾ അന്ധനായിട്ട് ഞാൻ അവനെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും എന്ന് പടച്ചവൻ്റെ കൃത്യമായ താക്കീതുണ്ടായിരിക്കെ ദുനിയാവും ആഖിറവും നമുക്ക് നഷ്ടകരമാകുന്ന ഒന്നാണ് ഖുർആനിനോടുള്ള അവഗണന എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു വിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുവാനും അങ്ങനെ തന്നെ മരണപ്പെടുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.